ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സമയം നമുക്ക് ഒരുമിച്ച് ദൈവവചന ധ്യാനത്തോടുള്ള ബന്ധത്തിൽ ഇന്നായിരിക്കാൻ കൃപാലുവായ ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ദൈവവചന ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയത്തിലെ വ്യക്തി യോസേഫ് ആണ്. ബൈബിളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളിൽ ഒരാളായിട്ട് നമ്മൾ കാണുകയും ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് യോസേഫ്. യാക്കോബിന്റെ 12 പുത്രന്മാരിൽ 11ാമത്തെ പുത്രനാണ് യോസേഫ്. യോസേഫിന്റെ ജീവിത പശ്ചാത്തലവുമായി നാം ചിന്തിച്ചാൽ ദൈവിക തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ ഈ 12 പുത്രന്മാർ ഉണ്ടെങ്കിലും ദൈവം തെരഞ്ഞെടുത്ത വ്യക്തി, ദൈവിക ഉദ്ദേശത്തിനു വേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി യോസേഫ് ആയിരുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സംഭവ ചരിത്രമാണ് യോസേഫിന്റെ സംഭവ ചരിത്രം. എത്ര വായിച്ചാലും മതിവരാത്തതായ അനേക സംഭവങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും യോസേഫ് അനുഭവിച്ച കഷ്ടതയുടെയും പ്രതിസന്ധികളുടെയും അവസ്ഥകൾ നാം മനസ്സിലാക്കിയാൽ ഏത് കണ്ണും നിറയാതിരിക്കുകയില്ല. പിതാവിന്റെ ഭവനത്തിൽ 11 പുത്രന്മാർ ഒരുമിച്ച് ജീവിക്കുന്നതായ സമയത്ത് ഒരു ദിവസം യോസേഫ് ഒരു സ്വപ്നം കണ്ടു. 11 കറ്റകൾ ഒരു വയലിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. 12ാമത്തെ കറ്റയായിരിക്കുന്ന യോസേഫിന്റെ കറ്റ നിവർന്നു നിൽക്കുമ്പോൾ അതിനെ ഈ 11 കറ്റകൾ നമസ്കരിക്കും. സ്വപ്നം വന്ന പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, 11 കറ്റകൾ എന്നെ നമസ്കരിക്കും. പിതാവിന് വളരെ സന്തോഷം തോന്നി. വാസ്തവത്തിൽ യാക്കോബ് വളരെയധികം സ്നേഹിച്ച പുത്രനായിരുന്നു യോസേഫ്. എനിക്ക് നല്ലൊരു അങ്കിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഈ അങ്കിയെല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല അങ്കി യോസേഫിന് ലഭിച്ചപ്പോൾ സഹോദരന്മാർക്ക് വലിയ അസൂയായിരുന്നു യോസേഫിനോട്. പിതാവിനാൽ കൂടുതൽ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതായിരുന്നു, പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതായിരുന്നു യോസേഫിനോടുള്ള ഏറ്റവും വലിയ വൈരാഗ്യത്തിനും അസൂയയ്ക്കുമൊക്കെ കാരണമായിരുന്നത്. വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിലും ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ചില പ്രവണതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരാൾ ഉയർന്നു വന്നാൽ, അയാൾക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടായാൽ, ഉയർച്ചയുണ്ടായാൽ, ആരെങ്കിലും അവരെ ഒന്ന് മാനിക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ പിതാവിനാൽ മാതാവിനാൽ എന്തെങ്കിലുമൊക്കെ ഒന്നുകൂടെ ഒരല്പം അവരെ ഒന്ന് ഉയർത്തിയതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും? ഒരു അസൂയ ഉണ്ടാവും. ഈ അസൂയ ഇന്ന് മുതൽ തുടങ്ങിയതൊന്നുമല്ല. മനുഷ്യ സൃഷ്ടിയുടെ ആദ്യ കാലഘട്ടങ്ങൾ മുതൽ തന്നെ ഈ അസൂയ ഉണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചതാണ് കയ്യനും ഹാബേലും. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചതിനെ പറ്റി. ഹാബേലിലും അവന്റെ ആരാധനയിലും ദൈവം പ്രസാദിച്ചപ്പോൾ കയ്യന് അതിഭയങ്കരമായ കോപമുണ്ടായി. അവനോടുള്ള അസൂയയിൽ നിന്നായിരിക്കാം ഈ കോപമുണ്ടായത്. ഇതിന്നുമുണ്ട്. യോസേഫിന്റെ ജീവിത സാഹചര്യങ്ങളിലും ഈ അസൂയ സഹോദരന്മാരിൽ നിന്ന് എനിക്ക് നേരിടേണ്ടതായിട്ട് വന്നു. അപ്പൊ യോസേഫ് തുടർന്നും പിടിക്കുന്നു എല്ലാവർക്കും കുറ്റം. അവനിൽ നിന്ന്, ആ ഒരു സമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ 10 പേരിൽ നിന്നും 11ാമനായിരിക്കുന്ന യോസേഫിനെ അവർ മാറ്റി നിർത്തി. അങ്ങനെ മറ്റൊരു ദിവസം വീണ്ടും യോസേഫ് സ്വപ്നം കാണുകയാണ്.
തന്റെ സ്വപ്നം മറ്റൊന്നുമല്ല, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും യോസേപ്പിനെ നമസ്കരിക്കുന്നു. ഈ സ്വപ്നം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ സംഭവം ആകെ ഗുരുതരമായി. ചെറിയൊരു അസൂയയായിരുന്നു എങ്കിൽ ഇത് ഭയങ്കരമായിരിക്കുന്ന അസൂയയായി, ദേഷ്യമായി, ഇനി അവനെ വെച്ചിട്ട് കാര്യമില്ല, വകവരുത്തി കളയണമെന്നുള്ളതായ ഒരു ചിന്താഗതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അപ്പൊ എല്ലാം കൊണ്ടും സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കത്തക്ക നിലയിലുള്ള പ്രഷർ ഈ സഹോദരന്മാരുടെ ജീവിതത്തിലുണ്ട്. ഇതും കൂടെ ആയിക്കഴിഞ്ഞപ്പം പ്രഷർ ഒത്തിരി വർദ്ധിച്ചു. എവിടെ വെച്ച് കണ്ടാലും ജോസഫിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ളതായ ഹൃദയ കാഠിന്യം ഈ സഹോദരന്മാരിലുണ്ടായി. അപ്പനിങ്ങനെ ചോദിച്ചു, മോനെ, നീയും നിന്റെ സഹോദരന്മാരും നിന്റെ അപ്പനായിരിക്കുന്ന ഞാനും അമ്മയും ഒക്കെ നിന്നെ നമസ്കരിക്കാൻ വരുമോ? നല്ല ചോദ്യമാണ്. അപ്പൊ സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും ലഭിച്ചു കഴിഞ്ഞു. ദിനരാത്രങ്ങൾ കടന്നുപോയി. ഒരിക്കൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഗോപാലകരായിരുന്ന, അല്ലെങ്കിൽ ആട് മേയിക്കുന്നവരായിരുന്ന, ഇടയന്മാരായിരുന്ന ഈ ആളുകളുടെ അടുക്കലേക്ക്, സഹോദരന്മാരുടെ അടുക്കലേക്ക് യോസേപ്പിനെ ഒരു ദിവസം പിതാവ് പറഞ്ഞയക്കുകയാണ്, ആഹാര പദാർത്ഥങ്ങളുമൊക്കെയായി. യോസേപ്പ് അവരെ കാണുവാനായിട്ട് ഒത്തിരി ദൂരം യാത്ര ചെയ്തു. അവരെ കണ്ടു. അങ്ങനെ ദൂരെ നിന്ന് യോസേപ്പ് അവരുടെ അടുക്കിലേക്ക് വരുന്നു കണ്ടപ്പോഴേ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ദാണ്ടെ സ്വപ്നക്കാരൻ വരുന്നു. അപ്പൊ അവർക്ക് നല്ലൊരു അവസരമായി, യോസേപ്പിന് ഒറ്റയ്ക്ക് കിട്ടിയ ഒരു അവസരം അവർ നല്ല നിലയിൽ വിനിയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ അവസരം കിട്ടുമ്പോഴാണ് നമ്മളത് വിനിയോഗിക്കാനായിട്ട് കൂടുതൽ താല്പര്യപ്പെടാറുള്ളത്. അവനോട് 2 പറയാനുള്ളതായിരിക്കുന്ന ഒരു അവസരം, അല്ലെങ്കിൽ 2 കൊടുക്കാനുള്ള അവസരം, അല്ലേ? തീർച്ചയായിട്ടും മനുഷ്യന്റെ ഒരു സഹജമായിട്ടുള്ളൊരു സ്വഭാവം ഏതെങ്കിലും ഒരു അവസരം കാത്തു നടക്കുന്ന ചില സാഹചര്യങ്ങളാണ്. എന്ന് പറഞ്ഞ ഒരു അവസരം കിട്ടിയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. അവർക്ക് നല്ലൊരു അവസരം കിട്ടി. അവനെ ഒറ്റയ്ക്ക് കിട്ടിയ ഒരു ദിവസമാണ്. യോസേപ്പ് അവർ നോക്കിയപ്പോൾ യോസേപ്പ് പിതാവ് കൊടുത്ത നല്ല അങ്കിയൊക്കെ ഇട്ടുകൊണ്ടാ, ദൂരെയൊക്കെ യാത്ര ചെയ്യുമല്ലോ, ഒരുമാതിരി നല്ല വേഷം ധരിച്ചേക്കാമെന്ന് വിചാരിച്ച അങ്കിയൊക്കെ ധരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ സഹോദരന്മാരുടെ അടുത്തോട്ട് വരികയാണ്. വളരെ നിഷ്കളങ്കനായിട്ട് അവരുടെ അടുക്കൽ ആഹാരവുമായിട്ട് എത്തിയപ്പോൾ അതുവരെ അവരെടുത്ത തീരുമാനം ഇവനെ കൊന്നുകളയുക എന്നുള്ളതായിരുന്നു. എന്നാൽ ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന രൂപേൻ പറഞ്ഞു, അവൻ ഇപ്പൊ കൊല്ലണ്ട, നമ്മുടെ കൈ കൊണ്ട് അവൻ മരിക്കണ്ട, ഇവനെ പൊട്ടക്കിണറുണ്ട്, അവിടെ കൊണ്ടാൻ കിട്ടാക്കാൻ തന്നെ ചത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയ ഉപായം വിചാരിച്ച് അദ്ദേഹം യോസേപ്പിനെ പിടിച്ച് പൊട്ടക്കിണറിലിട്ടു. അവന്റെ അങ്കി ഊരിയെടുത്തു. എന്തെല്ലാം ഊരിയെടുക്കാൻ പറ്റുമോ അതെല്ലാം ഊരിയെടുത്തു. അവരെല്ലാം നോട്ടമിട്ടൊരു സാധനമായിരുന്നു അങ്കി. അങ്ങനെ അത് ഊരിയെടുത്തു. ഊരിയെടുത്ത ശേഷം യോസേപ്പിനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. യോസേപ്പ് അവിടെ കിടക്കുകയാണ്, മരണം കാത്ത്. നിഷ്കളങ്കതയോടുകൂടെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് വന്ന യോസേപ്പിന്റെ ജീവിതത്തിൽ ലഭിച്ചത് തികച്ചും വൈരുദ്ധ്യങ്ങളായിരുന്നു. ഇപ്പോൾ മരണത്തിന്റെ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുക. ഏതാനും മണിക്കൂറുകൾ കടന്നുപോയി. സഹോദരന്മാർ അങ്ങും ഇങ്ങും എല്ലാം പോയി. ആ സമയത്ത് രൂപേൻ വന്നു. നോക്കിയപ്പോൾ കുറച്ച് വ്യാപാരികൾ വരുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഇസ്മായേലിയ വ്യാപാരികൾക്ക് യോസേപ്പിനെ 20 വെള്ളിക്കാശിന് വിറ്റു. 10 പേർക്ക് ഈ 2 വെള്ളിക്കാശ് വീതം കിട്ടി. അപ്പൊ അങ്ങനെ ഏതായാലും അവനെ കൊന്നുകളഞ്ഞാൽ അത് ശാപമാകും. ഏതായാലും കൊല്ലണ്ട, വിറ്റത് കൊണ്ട് യോസേപ്പിന്റെ വിലയായിരിക്കുന്ന 20 വെള്ളിക്കാശ് ഓരോരുത്തർക്കും ഈ 2 വെള്ളിക്കാശ് വീതം പോക്കറ്റിൽ കിട്ടി. അങ്ങനെ വെറും 20 വെള്ളിക്കാശിന് സ്വന്തം സഹോദരനെ ഇസ്മായേലിയ വ്യാപാരികൾക്ക് വിറ്റു. അവര് ഇസ്മായേലി വ്യാപാരികൾ മിസ്രൈമിലേക്ക് പോയി. അങ്ങനെ മിസ്രൈമിൽ കടന്നു ചെന്നതായ സമയത്ത് അവിടെ ഒരു മാർക്കറ്റിൽ അടിമകളെ വിൽക്കുന്ന അടിമച്ചന്തയിൽ യോസേപ്പ് ഒരു വിൽപ്പന വസ്തുവായി മാറി. നോക്കണം, കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നുപോവുകയാണ്. എത്രയോ വാഗ്ദത്തങ്ങളും സ്വപ്നങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മളൊക്കെ വിചാരിക്കും ഈ സാഹചര്യത്തിൽ സ്വപ്നങ്ങൾ അവസാനിച്ചു, അല്ലെങ്കിൽ ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ അവസാനിച്ചു എന്ന്. ഒരടിമയെ പോലെ ജീവിക്കേണ്ടി വരുമ്പോൾ, മരണനിഴലിന്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോൾ, ഒരു വിൽപ്പന വസ്തുവായിട്ട് നാം മാറുന്നതുപോലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, പൊത്തിഫേർ വില കൊടുത്തു വാങ്ങി തന്റെ ഭവനത്തിൽ ഒരു ദാസനെ പോലെ ശുശ്രൂഷ ചെയ്യേണ്ടി വരുമ്പോൾ, പിന്നെ അവിടെ നിന്നും പ്രശ്നങ്ങളായി. പൊത്തിഫറിന്റെ ഭാര്യയിൽ നിന്നും വലിയ വലിയ വിഷയങ്ങൾ തനിക്ക് നേരിട്ടു.
അവർ യോസേഫിൽ നിന്ന് ആഗ്രഹിച്ചത് ലഭിക്കാതെ വന്നപ്പോൾ, അവരുടെ വൈകാരിക ആവശ്യങ്ങൾ യോസേഫ് നിവർത്തിച്ചു കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ യോസേപ്പിനെതിരെ ആരോപണമുണ്ടാക്കുകയും യോസേപ്പിനെ തുറങ്കലിൽ അടക്കുകയും ചെയ്തു. അങ്ങനെ കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ താൻ വളരെ ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. പോത്തിഫറിന്റെ വീട്ടിൽ എത്ര വിശ്വസ്തനായി നിന്നോ അതുപോലെ കാരാഗൃഹത്തിലും താൻ വിശ്വസ്തയോടെ തന്റെ ജീവിതം നയിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വിളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ, ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, എവിടെ പോയാലും വിശ്വസ്തയോടുകൂടെ, സത്യസന്ധതയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ, നിർമ്മലതയോടെ ജീവിക്കുന്ന ഒരു ജീവിതം വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കാരാഗൃഹത്തിൽ കിടന്നപ്പോഴും അവിടെ അത് സന്തോഷത്തോടുകൂടെ താൻ അനുഭവിച്ചു. അവിടെയും കാരാഗൃഹ പ്രമാണിക്ക് യോസേഫിനെ ഇഷ്ടമായിരുന്നു. കാരണം ഒരു കുഴപ്പക്കാരനായിരുന്നില്ല യോസേഫ്, വിശ്വസ്തനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് 2 പേർ യോസേഫ് കിടക്കുന്ന കാരാഗൃഹത്തിൽ വന്നു. അവർ 2 പേരും സ്വപ്നം കണ്ടു. സ്വപ്നത്തിന്റെ അർത്ഥം യോസേഫ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. യോസേഫ് വ്യാഖ്യാനിച്ചതുപോലെ കാരാഗൃഹത്തിൽ കിടക്കുന്ന അപ്പക്കാരനും പാനപാത്രവാഹകനും ആ വ്യാഖ്യാനം പോലെ തന്നെ സംഭവിച്ചു. പാനപാത്രവാഹകനെ ജോലിയിൽ പ്രവേശിപ്പിച്ചു, അപ്പക്കാരനെ കൊന്നുകളഞ്ഞു. വിവരിക്കുവാൻ സമയം പോരാത്തതുകൊണ്ട് ഈ സമയപരിധിക്കുള്ളിൽ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. എന്നാൽ യോസേഫ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ പാനപാത്രവാഹകനോട് ഇങ്ങനെ പറഞ്ഞു, എന്നെ മറക്കരുത്, എന്നെ ഒന്ന് ഓർത്തോണം. എന്നാൽ പാനപാത്രവാഹകൻ ജോലിയിൽ പ്രവേശിച്ചു, യോസേഫിനെ മറന്നുപോയി. നമുക്കറിയാം, പലരും ഇങ്ങനെയൊക്കെയാണ്. പലരും പറയുമ്പോൾ പലതും മറന്നുപോകും. നമ്മൾ അതുകൊണ്ട് ആരോടും പറയാതിരിക്കുക നല്ലത്. കാരണം ദൈവം നമ്മളെ എപ്പോഴും ഓർക്കുന്നോ അപ്പോഴേ ഓർപ്പിക്കുന്ന ദൈവം അവരെ ഓർപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ചിലർ നമ്മളെ മറന്നു പോകുന്നത്, നമ്മളെ തള്ളിക്കളയുന്നത്, നമ്മൾ ചെയ്ത ഉപകാരങ്ങൾ ഓർക്കാതിരിക്കുന്നതൊക്കെ നല്ലതിനാണ്. ദൈവമക്കൾക്ക് സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. എന്നാൽ യോസേഫിന്റെ ജീവിതത്തിൽ യോസേഫ് ഇപ്പോൾ കൊട്ടാരത്തിൽ നിന്നൊരു വിളി വരും, തനിക്ക് രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ ആയിരിക്കുമ്പോൾ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. കാരണം മറന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫറവോന്റെ കൊട്ടാരത്തിൽ ഫറവോൻ തന്നെ ഒരു സ്വപ്നം കാണുന്നത്. അത് മഹത്തായിരിക്കുന്ന ഒരു സ്വപ്നം, തന്നെ ഭീതിപ്പെടുത്തുന്നതായ ഒരു സ്വപ്നം, ചിന്താക്കുഴപ്പത്തിലാകുന്ന ഒരു സ്വപ്നം. ഇതിന്റെ അർത്ഥം ബോധിപ്പിക്കുവാൻ അന്നുണ്ടായിരുന്ന ആർക്കും തന്നെ കഴിഞ്ഞില്ല. ഫറവോൻ പലരോടും ചോദിച്ചു. അപ്പോഴാണ് പാനപാത്രവാഹകന് പഴയ കാര്യം ഓർമ്മ വന്നത്. അദ്ദേഹം ഫറവോന്റെ അടുക്കൽ കടന്നു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളോട്, അപ്പക്കാരനോടും പാനപാത്രവാഹകനായിരിക്കുന്ന എന്നോടും സ്വപ്നവ്യാഖ്യാനം നൽകിയൊരു മനുഷ്യൻ കാരാഗൃഹത്തിൽ കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആ കാര്യങ്ങൾ നടന്നു. പറഞ്ഞ അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. കാരാഗൃഹത്തിൽ നിന്ന് യോസേഫിനെ മോചിപ്പിച്ച് തന്റെ വസ്ത്രമൊക്കെ മാറി വളരെ മിടുമിടുക്കനായി നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ഫറവോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അങ്ങനെ ഫറവോൻ യോസേഫിനോട് സംസാരിക്കുകയാണ്. യോസേഫ് ആ സ്വപ്നത്തിന്റെ അർത്ഥവും അതിന്റെ വ്യാഖ്യാനവും മാത്രമല്ല, സമൂഹത്തിൽ വരുത്തേണ്ടതായ മാറ്റങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ഫറവോനുമായി സംസാരിച്ചു. അപ്പോൾ തന്നെ ഫറവോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നെപ്പോലെ ജ്ഞാനിയായിരിക്കുന്ന ഒരു വ്യക്തി ഈ സാമ്രാജ്യത്തിൽ എങ്ങുമില്ല, എന്റെ രാജ്യത്ത് മറ്റാരുമില്ല. അതുകൊണ്ട് രാജ്യത്തിൽ 2ാമനായി ഞാൻ നിന്നെ വാഴിക്കുവാൻ പോവുകയാണ്. എത്ര വിചിത്രമായിരിക്കുന്നു! ഒരു ദർശനത്തിന്റെ അല്ലെങ്കിൽ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നൽകി അതിന് വേണ്ടതായ ക്രമീകരണം ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യം വെളിപ്പെടുത്തിയ ജ്ഞാനിയായിരിക്കുന്ന യോസേഫിനെ അപ്പോൾ തന്നെ രാജ്യത്തിന്റെ 2ാമനായി വാഴിക്കുന്നു. അദ്ദേഹം ഏത് ജാതിക്കാരൻ, എത്തരത്തിലുള്ളതായിരിക്കുന്ന ഒരു വ്യക്തി എന്നൊന്നും നോക്കുന്നില്ല. കാരണം എവിടുന്നാ വന്നത്? കാരാഗൃഹത്തിൽ നിന്നാണ് വന്നത്. കാരാഗൃഹവാസിയായിരുന്ന ഒരു സാധാരണക്കാരനായ യുവാവ് എങ്ങനെ ഒരു രാജ്യത്തിന്റെ 2ാമത്തെ പദവിയിലേക്ക്, ഫറവോൻ കഴിഞ്ഞാലുള്ള അടുത്ത സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടും? ഇത് വളരെ ഒരു വിരോധാഭാസമല്ലേ? അതെ, ദൈവത്തിന്റെ വചനം പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുക്കുന്നു. മനുഷ്യന് ഭോഷത്വമെന്ന് തോന്നുന്നതായ കാര്യങ്ങളാണ് സർവശക്തനായ ദൈവം തിരഞ്ഞെടുക്കുന്നത്.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത്രത്തോളം വലുതാണ് പ്രിയപ്പെട്ടവരെ. യോസഫ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഫറവോൻ കഴിഞ്ഞാൽ രാജ്യത്തിന്റെ അധിപതിയായി രാജ്യം ഭരിക്കുവാൻ, രാജ്യത്തെ ഭണ്ഡാര ക്രമീകരണങ്ങൾ, ആഹാര പദാർത്ഥങ്ങളുടെ ക്രമീകരണങ്ങൾ എന്ന് വേണ്ട എല്ലാറ്റിന്റെയും റെസ്പോൺസിബിലിറ്റി യോസേഫിനെ ഏൽപ്പിക്കുന്നു. ഫറവോൻ കഴിഞ്ഞാൽ യോസേഫാണ് എല്ലാത്തിന്റെയും എല്ലാം അധിപതി. വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യോസേഫ് മിസ്രയീമിന്റെ അധിപതിയായി. നോക്കുക, 20 വെള്ളിക്കാശിന് വിൽക്കപ്പെട്ടവൻ, പൊത്തിഫേറിന്റെ വീട്ടിൽ ഒരു അടിമയെപ്പോലെ ജോലി ചെയ്തവൻ, ദാസനായി ജീവിച്ചവൻ, അവിടെ നിന്ന് തെറ്റിദ്ധാരണയുടെ പേരിൽ കാരാഗൃഹത്തിൽ ജീവിക്കേണ്ടി വന്നവൻ, ഇപ്പോഴിതാ ആ രാജ്യത്തിൽ തന്നെ കൊട്ടാരത്തിൽ ഫറവോൻ കഴിഞ്ഞാൽ രണ്ടാമനായി വാഴുന്നു. നോക്ക്, ഇതാ ദൈവത്തിന്റെ മാന്യതയും ഉയർച്ചയും എന്ന് പറയുന്നത്. ദൈവത്തിനൊരു പദ്ധതി നിങ്ങളെക്കുറിച്ചുണ്ട് എങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുവാൻ, മാറ്റുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം നിങ്ങളുടെ മേൽ ഒരു ദർശനമുണ്ടെങ്കിൽ, ദൈവത്തിന് നിങ്ങളുടെ മേൽ ഒരു തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ, ദൈവത്തിന് നിങ്ങളുടെ മേൽ ഒരു വിളി ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ അറിയുന്ന ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുക എന്ന് മാത്രമാണ്. ഈ ദൈവം നിങ്ങളെ ഉയർത്തും. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം. ദൈവത്തിന്റെ ഉയർച്ചയ്ക്കും ദൈവത്തിന്റെ പദ്ധതിക്കും വേണ്ടി താണിരുന്നു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ദൈവത്തിങ്കിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും ഉയർച്ചകളും പ്രാപിക്കുവാനും കഴിയും. ദൈവത്താൽ വിളിക്കപ്പെട്ടവരെ ദൈവം പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരിക്കലും അവർ താഴ്ന്നിരിക്കുവാൻ, അടങ്ങിയിരിക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവം താങ്കളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് യോസേഫിനെ തെരഞ്ഞെടുത്തതുപോലെ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവിക പദ്ധതിക്ക് വേണ്ടി നിങ്ങളെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. ചിലപ്പോൾ കേരളത്തിലെ പ്രവർത്തനത്തിനായിരിക്കാം, ചിലപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിലെ പ്രവർത്തനത്തിനായിരിക്കാം, ചിലപ്പോൾ കേരളത്തിന് വെളിയിലുള്ളതായിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ദൈവരാജ്യത്തിന്റെ വേല ചെയ്യുവാനാകാം. എവിടെയാണെങ്കിലും താങ്കളെ ദൈവം ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ കഷ്ടതയോ, ഇന്നത്തെ പ്രയാസമോ, ഇന്ന് താൽക്കാലികമായിട്ട് നാം അനുഭവിക്കുന്നതായ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും താഴ്ചകളുമോ ഇതൊന്നും ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും. കാരണം നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. യോസേഫിനെ തെരഞ്ഞെടുത്തതായ ദൈവം യോസേഫിനെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു? അവന് സ്വപ്നം കൊടുത്ത ദൈവം ആ സ്വപ്നത്തിന്റെ പൂർണ്ണതയിലേക്ക് അവനെ കൊണ്ടുവരികയാണ്. ഇപ്പോഴിവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. ദാരിദ്ര്യത്തിന്റെ കാലം വന്നപ്പോൾ യാക്കോബിന്റെ പുത്രന്മാരും ആഹാരം തേടി മിസ്രയീമിലെത്തി. യോസേഫിനെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യോസേഫാണെന്ന് അറിയത്തില്ല. അധിപതിയുടെ പേര് ചോദിച്ചപ്പോൾ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുക സാപ്നത്ത് പനേഹ്. ഇതാരാ? സഹോദരനാണെന്ന് മനസ്സിലായില്ല. കുമ്പിട്ടു, ആരാധിച്ചു, നമസ്കരിച്ചു, ആഹാരം കൈക്കൊണ്ടു, അവർ മടങ്ങിപ്പോയി. എന്നാൽ യോസേഫിന് അവരെ മനസ്സിലായി. പരമാർത്ഥികൾ എന്ന് പറയുന്ന ആളുകളെ യോസേഫിനും മനസ്സിലായി. നോക്കുക, മിസ്രയീമിലേക്ക് നേരത്തെ യോസേഫിനെ ദൈവം അയച്ചത്, ദൈവം യോസേഫിനെ തെരഞ്ഞെടുത്ത് ഉപയോഗിച്ചത് ഒരു സമൂഹത്തിന്റെ തന്നെ അനുഗ്രഹത്തിന് വേണ്ടിയായിരുന്നു. യോസേഫ് മുഖാന്തരം പിന്നീട് യാക്കോബും യാക്കോബിന്റെ ഭാര്യമാരും മക്കളെല്ലാവരും, യോസേഫ് ഇവിടുന്ന് പോയ ശേഷമുണ്ടായ ബെന്യാമീൻ ഉൾപ്പെടെ സകല ആളുകളും മിസ്രയീമിലേക്ക് കടന്നു പോവുകയും ആ ദേശത്ത് പാർക്കുവാൻ ഇടയായി തീർന്നു. ഒരർത്ഥത്തിൽ യോസേഫിനെ അവർ സേവിക്കുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ഒരു ദർശനം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ ദർശനം യാഥാർത്ഥ്യമാക്കും. ദൈവം വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ, അവനത് നിവർത്തിക്കുവാൻ ശക്തനാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ദൈവത്തിന്റെ വിളി അത്ഭുതകരമാകയാൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ആ വിളിക്ക് യോഗ്യരായി നടക്കുവാൻ കൃപാലുവായ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഏറ്റവും ഉറപ്പാക്കിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഇസ്രായേലിന്റെ 12 മക്കളിൽ ദൈവം തെരഞ്ഞെടുത്തത് യോസേഫിനെ ആയിരുന്നു. മിസ്രയീമിൽ ദൈവം അവരെ എത്തിക്കുവാൻ, അവിടെ ഒരു ക്രമീകരണത്തിൽ ആ ജനതയെ കൊണ്ടുവരുവാനുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ സ്ഥാപിക്കുവാൻ ദൈവം യോസേഫിനെ തെരഞ്ഞെടുത്തതുപോലെ ഈ നാളുകൾ ദൈവരാജ്യത്തിന്റെ വേലയ്ക്കായി ദൈവം ഞങ്ങളെയും അവിടുന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നതിനായി നന്ദി പറയുന്നു. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് ജീവിപ്പാൻ സഹായിക്കണമേ. യേശു ക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.
എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഗോഡ് ബ്ലെസ് യു.